ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു മഴ ദിവസമായിരുന്നു കേട്ടോ. വർക്കൊക്കെ കഴിഞ്ഞ് എനിക്കിന്നൊരു കസ്റ്റമർ വിസിറ്റ് ഉണ്ടായിരുന്നു. കസ്റ്റമറൊക്കെ കാണാൻ പോയി. അവിടെ അടുത്തുള്ള ഒരു കടയിൽ നിന്ന് നല്ലൊരു ബജ്ജി കഴിച്ചു. നല്ലൊരു ബജ്ജി കട കേട്ടോ. നല്ല ചൂടുള്ള ഒരുപാട് വെറൈറ്റി ബജ്ജികൾ ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങേരെ കണ്ടുമുട്ടിയത്. ഇങ്ങേരാണെങ്കിൽ ഒരു ചെറുതാണെങ്കിലും ഭയങ്കര ഒരു മറ്റേ ചുറുചുറുക്കുള്ളൊരു നായ്ക്കുട്ടിയായിരുന്നു. അങ്ങനെ മഴയൊക്കെ കൊണ്ടിട്ടാണ് വീട്ടിലെത്തിയത്. അതേ മഴയൊക്കെ ചെറുതായിട്ട് നനഞ്ഞിട്ടാണ് ചെറുതായിട്ട് ചെറിയ ചെറിയ പൊടിമഴ. അങ്ങനെ വീട്ടിൽ വേഗത്തി. ഇന്ന് എന്റെ വീട്ടിൽ പോയില്ല. സാധാരണ ഞാൻ വർക്ക് കഴിഞ്ഞാൽ നേരെ എന്റെ വീട്ടിലാണ് പോവാറ്. സോറി, വീട്ടിലല്ല, ഷോപ്പില്, അമ്മയുടെ ഷോപ്പില്. ഇന്ന് അങ്ങോട്ട് പോയില്ല. ഇവിടെ നല്ല മഴയാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. വാവ്, കണ്ടോ? ഇരുട്ടി തുടങ്ങി. നല്ല കാറ്റും നല്ല മഴയും. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് താഴത്തേക്ക് വന്നപ്പോണ്ട് അമ്മയും ചേച്ചിയും കൂടി ബിരിയാണി വെക്കണു. ഇന്ന് എന്തോ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് അമ്മ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. എൻ്റെ ചാനൽ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം, ഒരു 2-3 വീഡിയോ ബിരിയാണി വെക്കുന്ന വീഡിയോ തന്നെയാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി വെക്കാറുണ്ട്. അമ്മ നല്ലപോലെ ബിരിയാണി വെക്കും. ഇപ്രാവശ്യം അമ്മ യൂട്യൂബിൽ നോക്കി ഏതോ ഒരു പുതിയ റെസിപ്പി കണ്ടുപിടിച്ചിട്ടാണ് ബിരിയാണി വെക്കുന്നത്. സാധാരണ അമ്മ ദമ്മാണ് വെക്കാറ്. ഇപ്രാവശ്യം ബിരിയാണിയുടെ റൈസ് വേറെ, ചിക്കൻ വേറെ. ചിക്കൻ ഇങ്ങനെ ഗ്രേവി ടൈപ്പ് ആക്കിയിട്ട് റൈസ് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ഇപ്രാവശ്യം ബിരിയാണി വെക്കുന്നത്. നമുക്കിവിടെ 2 അടുക്കളയുണ്ട് വീട്ടിൽ. ഒന്ന് ഈ കാണുന്ന അടുക്കള, 2 നേരത്തെ ചേച്ചി കുക്ക് ചെയ്യുന്ന അടുക്കള, ഈ അടുക്കള. അപ്പോൾ ഇവിടെ റൈസ് സെറ്റ് ചെയ്യണു, അവിടെ ചിക്കൻ സെറ്റ് ചെയ്യണു. അങ്ങനെയാണ്. നമ്മൾ ചെറിയ അടുക്കളയാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. കാരണം അവിടെ നിന്ന് കുറച്ച് സ്പേസിലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാം ചെയ്യാനും പാത്രങ്ങൾ വാഷ് ചെയ്യാനും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. വലിയ അടുക്കളയാകുമ്പോൾ കുറച്ച് സ്പേസ് കൂടുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ അത്രയും സ്പേസ് യൂസ് ചെയ്യുമ്പോൾ പിന്നെ അത് ക്ലീൻ ചെയ്യാൻ കുറേ സമയം എടുക്കാറുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് അമ്മ അത് ഫ്രൈ ചെയ്യുന്നത്. ആദ്യം ചിക്കൻ മസാലയൊക്കെ പുരട്ടി വെച്ചത് ഒരു പകുതി വേവിലെടുത്തതിന് ശേഷമാണ് അമ്മ ഓയിലിൽ സെപ്പറേറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ അധികം ടൈമും വേണ്ട, ഉള്ളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടാവും. പിന്നെ നല്ല മസാല ആയതുകൊണ്ട് തന്നെ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ട്. ഇപ്പം ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഇവർ ഏകദേശം എല്ലാം ഈ മസാലയൊക്കെ പുരട്ടി വെച്ച് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് താഴത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം ഞാൻ അമ്മയുടെ ഒരു ബിരിയാണിയുടെ ഒരു വീഡിയോ ആയിട്ട് എന്തായാലും വരാം. അങ്ങനെ ഓൾമോസ്റ്റ് റൈസ് സെറ്റ് ആയിട്ടുണ്ട്. അമ്മ എനിക്ക് വേവ് നോക്കാൻ വേണ്ടിയിട്ട് തരാണ്. വേവും കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കാറുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ വേവ് നോക്കുക, ഉപ്പ് നോക്കുക, എന്തെങ്കിലും കുറവുണ്ടോ നോക്കുക, അതൊക്കെ അമ്മ എൻ്റെ അടുത്താണ് തരാറുള്ളത്. അതുപോലെ എൻ്റെ ഹസ്ബൻഡും ഇതൊക്കെ നോക്കി കറക്റ്റ് പറയാറുണ്ട്. ചിലവർക്കൊന്നും അങ്ങനെ കറക്റ്റ് പറയാൻ അറിയില്ല, മീൻസ് ആണുങ്ങൾക്ക്. പക്ഷെ ഹസ്ബൻഡിന് അങ്ങനെ ഉപ്പും മുളകും പുളിയൊക്കെ നോക്കി കറക്റ്റ് പറയാൻ അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആൾ പെട്ടെന്ന് പറയാറുണ്ട്, കണ്ടുപിടിക്കാറുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ബിരിയാണി സെറ്റായി. അതിന് എത്രയോ മിനിറ്റ് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ചും കൂടെ നേരം ഒന്ന് ആവി കയറ്റണം. അതിട്ടേക്കാണ്. അപ്പം അമ്മ ഇപ്പുറത്ത് ചിക്കൻ്റെ മസാലയ്ക്ക് ആവശ്യമുള്ള സവോള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വഴറ്റി നോർമൽ നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ നോർമൽ മല്ലിപ്പൊടി, മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച വെള്ളമില്ല, ആ വെള്ളത്തിൻ്റെ ആ ഒരു ഗ്രേവി അമ്മ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് ഈ ചിക്കനിൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നെയ്യിൻ്റെ ഒരു ഫ്ലേവറും ആ ഒരു ചിക്കൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഈ കറിയുടെ ഗ്രേവിയിലുണ്ടാവും. അങ്ങനെയാണ് അമ്മ സെറ്റ് ചെയ്തത് ഞാൻ കണ്ടത്. ഫുൾ ഒരു ദിവസം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ വേഗം തൈര് എടുത്തിട്ട് നമ്മുടെ സാലഡ് സെറ്റ് ചെയ്തു. തക്കാളിയും
പച്ചമുളകും സവാള അരിഞ്ഞിട്ട്. അതാണ് ആക്ച്വലി ഞാൻ ആകെ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ.